എല്ലാവർക്കും നമസ്കാരം. 2024 IME സീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും IME സീറ്റ് എൻട്രൻസ് എക്സാം പാസ്സായതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻട്രൻസ് എക്സാം പാസ്സായവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. എൻട്രൻസ് എക്സാം പാസ്സായതിനു ശേഷം നിങ്ങളുടെ റാങ്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ കയറി നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും അടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പോൺസർഷിപ്പ് എക്സാമുകൾ പാസ്സായവർക്കും അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിൽ സീറ്റ് അലോക്കേറ്റ് ആയവർക്കും ഒക്കെ ഈ ഒരു റാങ്ക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കമ്പനിക്ക് അയച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം. മുന്നോട്ടുള്ള പ്രൊസീജിയറിനെ കുറിച്ച് നിങ്ങളുടെ കമ്പനികളും അതേപോലെ കോളേജും എല്ലാം കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാതെ IMU ക്യാമ്പസിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ IMUൻ്റെ ഓൺലൈൻ കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഈ കൗൺസിലിങ്ങിന് രജിസ്ട്രേഷൻ ഫീസ് 10,000 റുപ്പീസാണ്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏത് കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഏത് കോളേജിൽ നിന്നാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒന്നിൽ കൂടുതൽ കോഴ്സും ഒന്നിൽ കൂടുതൽ കോളേജും ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് കോളേജും കോഴ്സും ഒക്കെ അലോക്കേറ്റ് ആവുന്നത്. നിങ്ങൾ കൊടുത്ത പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9,000 റുപ്പീസ് റീഫണ്ട് ആവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ പ്രിഫറൻസ് അലോക്കേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 10,000 റുപ്പീസ് റീഫണ്ട് ആവുന്നതായിരിക്കില്ല. ഇങ്ങനെ സെലക്ട് ആയവർക്ക് താൽക്കാലികമായിട്ട് സീറ്റ് അലോക്കേറ്റ് ആവുന്നതാണ്. ഇങ്ങനെ സെലക്ട് ആയവർ 30,000 രൂപ സീറ്റ് കൺഫർമേഷനായിട്ട് പേ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ സീറ്റ് കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും അതേപോലെ മെഡിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് സീറ്റ് കൺഫേം ആവുന്നത്. ഈ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന 10,000 റുപ്പീസും അതേപോലെ 30,000 റുപ്പീസും ഒക്കെ നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്ത് ഫീസിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നതാണ്. അഡ്മിഷൻ്റെ സമയത്ത് ഫസ്റ്റ് സെമസ്റ്റർ ഫീസും അതേപോലെ തന്നെ ഒരു 30,000 രൂപ കോഷൻ ഡെപ്പോസിറ്റുമായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. നിങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷവും IMUൻ്റെ വേറെ ഏതെങ്കിലും ക്യാമ്പസിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ താല്പര്യമുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവുന്നതാണ്. പക്ഷേ കൗൺസിലിംഗ് ഫീസ് അടച്ചതിന് ശേഷം കിട്ടിയ കോളേജിൽ നിങ്ങൾ 30,000 രൂപ കൊടുത്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൗൺസിലിങ്ങിനൊന്നും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. IMU ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷന് SC ST OBC അതേപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ റിസർവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഓരോ IMU ക്യാമ്പസുകളിലും പല തരത്തിലുള്ള സ്കോളർഷിപ്പുകളും അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ IMU ക്യാമ്പസുകളിൽ പഠിച്ചാലും നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴിയൊക്കെ ഒരു ജോലി കിട്ടും എന്നതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. മറീൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ IME കൊൽക്കത്തയും IME മുംബൈ പോർട്ട് ക്യാമ്പസും ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ രണ്ട് കോളേജുകളിലും കിട്ടാൻ നല്ല റാങ്ക് കിട്ടിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ BSc നോട്ടിക്കൽ സയൻസ് ആണ് നിങ്ങൾ നോക്കുന്ന കോഴ്സെങ്കിൽ IMU നവി മുംബൈ നല്ലൊരു ഓപ്ഷനാണ്. IME CETയിൽ നല്ല റാങ്ക് ഒന്നും കിട്ടിയില്ല, അതേപോലെ തന്നെ സ്പോൺസർഷിപ്പ് എക്സാമുകളൊന്നും പാസ്സായിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഫെബ്രുവരി ബാച്ചിനുള്ള സ്പോൺസർഷിപ്പ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. IMU CET പാസ്സാവുക എന്നുള്ളൊരു കടമ്പ നിങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് ഫെബ് ബാച്ചിൽ സ്പോൺസർഷിപ്പ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് കുറച്ച് റാങ്ക് താഴെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. നിങ്ങളെപ്പോലെ IMU CET എൻട്രൻസ് എക്സാം എഴുതിയ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒക്കെ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.